വിദ്യാഭ്യാസം അറിവിൻ്റെ വെളിച്ചം മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനം കൂടിയാണ്. ആ വെളിച്ചത്തിൽ വളരുന്ന ഓരോ കുട്ടിയും നാളെയുടെ പ്രതീക്ഷയായ നക്ഷത്രങ്ങളാണ്. തിരുപുറത്തിൻ്റെ പുണ്യഭൂമിയിൽ വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രകാശം പരത്തിക്കൊണ്ട് അഭിമാനത്തോടെ നിലകൊള്ളുന്ന സെൻറ്റ് സേവ്യേഴ്സ് സ്കൂൾ തിരുപുറം സ്നേഹവും ശിക്ഷണവും മൂല്യബോധവും സമന്വയിപ്പിച്ചൊരു വിദ്യാഭ്യാസാലയമാണ്. മിഷണറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ ആത്മീയ പാരമ്പര്യത്തിൽ പിറന്ന ഈ വിദ്യാലയം സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് തിരുപുറം എന്ന ദേവാലയത്തിൻ്റെ കരുതലാലും അനുഗ്രഹത്താലും ചൂടോടെ വളർന്നു വരികയാണ്. പ്രീ കെ ജി മുതൽ 4ാം ക്ലാസ് വരെ 150-ൽ പരം കുട്ടികളുടെ ഭാവിയെ സ്നേഹത്തോടെ രൂപപ്പെടുത്തുകയാണ് സെൻറ്റ് സേവ്യേഴ്സ്. ദേവാലയ അന്തരീക്ഷത്തിൻ്റെ സൗന്ദര്യത്താലും ശാന്തതയാലും ചുറ്റപ്പെട്ട ഈ വിദ്യാലയം കുട്ടികളുടെ അറിവ് മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ വിരിയുന്നൊരു പൂന്തോട്ടവും ആത്മീയ വളർച്ചയിൽ ഊന്നൽ നൽകുന്ന കുടുംബവുമാണ്. പഠനത്തിലെ മികവും സംസ്കാരത്തിലെ സമൃദ്ധിയും ആത്മീയ വളർച്ചയും ഒരുമിപ്പിച്ച് കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കാൻ സെൻറ്റ് സേവ്യേഴ്സ് എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം സെൻറ്റ് സേവ്യേഴ്സ് കൈവരിച്ച നേട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വളർച്ചയുടെയും റിപ്പോർട്ട് വിനയപൂർവ്വം സമർപ്പിക്കുന്നു. മുന്നൊരുക്കങ്ങൾ. നല്ല ഒരുക്കങ്ങൾ മികച്ച പഠനത്തിൻ്റെ ആദ്യപടി. പുതിയ തളിർമുളകൾക്കായി ഇലകൾ പൊഴിക്കുന്ന വൃക്ഷങ്ങളെപ്പോലെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളും പരിസരവും സമ്പൂർണമായി ഒരുക്കി. കാലചക്രത്തിൻ്റെ മാറ്റത്തിനൊപ്പം പ്രകൃതി പുതുമയിലേക്ക് കടക്കുന്നത് പോലെ സ്കൂളും പരിസരവും വൃത്തിയാക്കി പഠനത്തിനുള്ള ഉജ്ജ്വല അന്തരീക്ഷമൊരുക്കി. അറിവിൻ്റെ പുതുതലമുറയെ സ്നേഹപൂർവ്വം വരവേൽക്കാൻ സജ്ജമാക്കി. വിശുദ്ധ ബലിയുടെ അനുഗ്രഹത്തിൽ പുതുജീവൻ കൈവരിച്ച സ്കൂൾ വരാനിരിക്കുന്ന തലമുറകളായ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായ ഒരുക്കങ്ങൾ നടത്തി. പ്രത്യേക പ്രാർത്ഥനകളിലൂടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജ് സ്കൂൾ കെട്ടിടത്തെയും അധ്യാപകരെയും ആശീർവദിച്ച് ദൈവാനുഗ്രഹം നേർന്നു. അറിവും ശീലവും മൂല്യങ്ങളും ഒരുപോലെ പകരുന്ന ഈ വിദ്യാലയം ദൈവകൃപയുടെയും മനുഷ്യശ്രമത്തിൻ്റെയും സംഗമത്തിലൂടെ പുതിയ അക്കാഡമിക് ഇയറിനെ ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം ഒരു ദൗത്യമായി ഏറ്റെടുത്ത് സെൻറ്റ് സേവ്യേഴ്സ് സ്കൂളിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് കരുത്തേകുവാൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ ഒരു രക്ഷാധികാരി ഉണ്ട് എന്നത് എന്തുകൊണ്ടും അനുഗ്രഹപ്രദമാണ്. റവറൻഡ് ഫാദർ ജിബിൻ രാജ് മാനേജറായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന് 12 അംഗങ്ങളടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അക്കാദമിക് മികവ്, നവീന പഠന സൗകര്യങ്ങളുടെ വികസനം എന്നിവ ഉറപ്പാക്കാൻ മാനേജ്മെൻറ്റ് നിരന്തരം ജാഗരൂകരായി പ്രവർത്തിക്കുന്നു. പ്രവേശനോത്സവം. അമ്മയുടെ കൈവിടാതെ സ്കൂൾ മുറ്റം കടക്കുന്ന ഓരോ കുഞ്ഞും നാടിൻ്റെ നാളേക്കായി മാറുന്ന കാഴ്ചയായിരുന്നു സെൻറ്റ് സേവ്യേഴ്സ് സ്കൂളിലെ പ്രവേശനോത്സവം. പുത്തൻ പുസ്തകങ്ങളുടെ മണം കാറ്റിൽ കലർന്നൊരു പുലരിയിൽ കുഞ്ഞു കാലടികൾ സ്വപ്നങ്ങളുമായി സ്കൂൾ മുറ്റം തേടിയെത്തി. അമ്മയുടെ കൈവിട്ട് അധ്യാപകൻ്റെ കൈപിടിക്കുമ്പോൾ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന ആദ്യ ചുവടായിരുന്നു അത്. പൂക്കളാലും പുഞ്ചിരികളാലും അലങ്കരിച്ച വിദ്യാലയമുറ്റം കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വരവേറ്റു. അറിവും മൂല്യങ്ങളും ഒരുപോലെ പകരുന്ന വിദ്യാലയം പ്രവേശനോത്സവത്തിലൂടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ പഠനത്തിൻ്റെ ആദ്യ വെളിച്ചം തെളിച്ചു. അന്ന് സ്കൂൾ മുറ്റത്ത് വിരിഞ്ഞ ഓരോ പുഞ്ചിരിയും നാടിൻ്റെ പ്രത്യാശയായി കാലങ്ങളിലേക്ക് പടർന്നു. 2/6/2025
സ്കൂൾ പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചു. റവറൻഡ് ഫാദർ അനീഷ് ആൻഡോ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലൗലി സിറിയക് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജ് അധ്യക്ഷ പ്രസംഗം നടത്തി. PTA പ്രസിഡന്റ് ശ്രീ സനൽകുമാർ സാറും ഇടവക സെക്രട്ടറി ഗ്രിഗറി സാറും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെന്റ് സേവിയേഴ്സിന്റെ തിരുമുറ്റത്തെത്തിയ പിഞ്ചോമനകളെ സ്വാഗത നൃത്തം ചെയ്തും റിബണിൽ വെൽക്കം എഴുതിയ മാലയിട്ടും കൈകളിൽ അക്ഷരങ്ങൾ കെട്ടിയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. പ്രവേശനോത്സവം നയനമനോഹരമാക്കി സ്നേഹ ഉപഹാരങ്ങളും മധുരവും നൽകിക്കൊണ്ട് നവാഗതരെ സ്വാഗതം ചെയ്തു. പ്രവേശനോത്സവം കുട്ടികൾക്ക് പഠനം ഒരു ആഘോഷമായി അനുഭവിപ്പിക്കുകയും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും വിദ്യാഭ്യാസ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പ്രചോദനമാവുകയും ചെയ്തു. സ്റ്റാഫ് കൗൺസിൽ പഠനബോധന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും ശാസ്ത്രീയമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി സേവനതൻപരതയും തികഞ്ഞ ആത്മാർത്ഥതയും കൈമുതലായിട്ടുള്ള 14 അംഗങ്ങളടങ്ങുന്ന സ്റ്റാഫാണ് സെന്റ് സേവിയേഴ്സിൻ്റെത്. അക്കാദമിക് വർഷാരംഭത്തിൽ തന്നെ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് സ്റ്റാഫ് അംഗങ്ങൾക്ക് പൊതുവായ നിർദ്ദേശങ്ങൾ നൽകുകയും വിദ്യാർത്ഥികളുടെ ബൗദ്ധികവും മാനസികവും സാമൂഹികവുമായ വളർച്ച ലക്ഷ്യമാക്കി വിവിധ അക്കാദമിക് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. തുടർന്ന് നടന്ന സ്റ്റാഫ് മീറ്റിങ്ങുകളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അക്കാദമിക് മികവുകൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സ്കൂൾ PTA വിദ്യാലയവും കുടുംബവും കൈകോർക്കുമ്പോഴാണ് വിദ്യാർത്ഥിയുടെ സമഗ്ര വികസനം സാധ്യമാകുന്നത്. അതിൻ്റെ വേദിയാണ് PTA. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ശ്രമം വിദ്യാഭ്യാസത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. സെന്റ് സേവിയേഴ്സ് സ്കൂളിൻ്റെ ആദ്യ ജനറൽ ബോഡി യോഗം 2/6/2025 നടത്തുകയും PTA പ്രസിഡന്റായി മിസ്റ്റർ ബിനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റായി മിസ്സിസ് പൗർണമിയെയും ട്രഷററായി മിസ്റ്റർ അനൂപിനെയും തിരഞ്ഞെടുത്തു. പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് നാളെയെ സംരക്ഷിക്കുന്നതാണ്. ഒരു വൃക്ഷം നട്ടാൽ ഒരു ജീവൻ സംരക്ഷിച്ചതിന് തുല്യമാണ്. ഭൂമിയും ജലവും വായുവും വനങ്ങളും ചേർന്ന ഈ പരിസ്ഥിതി മനുഷ്യൻ്റെ ജീവധാരമായതിനാൽ അതിൻ്റെ സംരക്ഷണം ഓരോരുത്തരുടെയും കടമയാണ്. ഈ സത്യം വിദ്യാർത്ഥികളുടെ മനസ്സിൽ പതിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 5/6/2025 പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും സ്കൂൾ പരിസരത്ത് സ്കൂൾ പ്രിൻസിപ്പളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ശുദ്ധമായ പരിസ്ഥിതി ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തോടെ സർക്കാരിൻ്റെ പ്രോഗ്രാമായ ചങ്ങാതിക്കൊരു തൈ കൈമാറ്റം എന്ന പ്രോഗ്രാം സ്കൂളിൽ സംഘടിപ്പിച്ചു. 11/7/2025 വാർഡ് മെമ്പർ ശ്രീമതി ഗിരിജ ഉദ്ഘാടനം ചെയ്യുകയും എല്ലാ കുട്ടികളും വൃക്ഷത്തൈകൾ കൈമാറുകയും ചെയ്തു. ശ്രീമാൻ ജെയിംസ് വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. വരും തലമുറകൾക്കായി ശുദ്ധവും ഹരിതവുമായ ഭൂമി നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചെറു ചുവടുവയ്പായി ഈ പ്രവർത്തനങ്ങൾ മാറി. സ്കൂൾ പാർലമെൻറ്റ് യോഗം. നേതൃത്വം പഠിക്കപ്പെടുന്നിടമാണ് വിദ്യാലയം. ഇന്നത്തെ വിദ്യാർത്ഥി നേതാവ് നാളെയുടെ ഉത്തരവാദിത്തമുള്ള പൗരൻ. വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണങ്ങൾ വളർത്തുന്നതിനായി സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ വഴി സ്കൂൾ ലീഡറായി മാസ്റ്റർ സിദ്ധാർത്ഥിനെയും അസിസ്റ്റന്റ് ലീഡറായി കുമാരി ആദിയ മേരിയെയും തിരഞ്ഞെടുത്തു. വായനാ ദിനം. വായനയാണ് സൃഷ്ടിപരമായ ചിന്തയുടെ ആദ്യപടി. 19/6/2025 വായനാ ദിനം ആഘോഷിച്ചു. വായനയിലൂടെ ചിന്താശേഷിയും ഭാഷാ സൗന്ദര്യവും വളർത്തുന്നതിൻ്റെ ആവശ്യകത അധ്യാപകർ കുട്ടികൾക്ക് വ്യക്തമാക്കി. എം വേലായുധൻ നാടാർ മെമ്മോറിയൽ വായനശാല സന്ദർശനവും പുസ്തക പ്രദർശനവും വായനാ ദിനത്തിൻ്റെ ആകർഷകമായ ഭാഗങ്ങളായി. കുട്ടികൾ പോസ്റ്ററുകൾ തയ്യാറാക്കി കൊണ്ടുവരികയും അതിനോടനുബന്ധിച്ച് മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. വായനാ ദിനാചരണം കുട്ടികളുടെ മനസ്സുകളിൽ പുസ്തകങ്ങളോടുള്ള സ്നേഹവും അറിവിനോടുള്ള ആഗ്രഹവും വർദ്ധിപ്പിച്ചു. യോഗാ ദിനം. മനസ്സിൻ്റെ ശാന്തിയിലേക്കുള്ള വഴിയാണ് യോഗ. 10/7/2025 നമ്മുടെ സ്കൂളിൽ യോഗാ ദിനമായി ആചരിക്കുകയും വിദ്യാർത്ഥികൾക്ക് കുമാരി അനിറ്റ യോഗ ചെയ്യുന്ന രീതികളെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അറിവുകൾ പകർന്നു നൽകുകയും ചെയ്തു. കർഷക ക്ലബ്ബ്. മണ്ണിൽ വിതച്ച വിത്താണ് നാളെയുടെ ഭക്ഷണം.
കൃഷി അധ്വാനത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ പാഠങ്ങളും കുട്ടികളുടെ മനസ്സുകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 11/7/2025 നിഡ്സ് കമ്മീഷൻ സെക്രട്ടറി ശ്രീമാൻ വത്സലൻ ബാബു, നെയ്യാറ്റിൻകര ഫെറോന അനിമേറ്റർ ശ്രീമതി ബീനാകുമാരി, തിരുപുറം ഇടവക നിഡ്സ് സെക്രട്ടറി ശ്രീമാൻ ഫ്രാൻസിസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലൗലിയുടെയും സാന്നിധ്യത്തിൽ സമൃദ്ധി എന്ന പേരിൽ കർഷക ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ബീനാകുമാരി കൃഷിയെക്കുറിച്ചും പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, വത്സലൻ ബാബു സാർ കുട്ടികളോട് ഓരോ ദിവസവും കഴിക്കുന്ന വിഷമയമായ പച്ചക്കറിക്ക് പകരം വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യണമെന്നും ജൈവ കീടനാശിനി നിർമ്മിച്ച് അതുമാത്രമേ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. തുടർന്ന് എല്ലാ കുട്ടികൾക്കും വിത്തുകൾ നൽകി. ഈ വർഷം കർഷക ക്ലബ്ബ് നിരവധി അർത്ഥവത്തായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായി. മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിൽ കർഷക ക്ലബ്ബ് നിർണായക പങ്കുവഹിച്ചു. ക്ലബിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി, ജൈവവളം തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. നെയ്യാറ്റിൻകര നിഡ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്കൂൾ വളപ്പിലെ കൃഷിക്ക് നമ്മുടെ സ്കൂളിനെ 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. കർഷക ദിനത്തിൽ കുമാരി ആഷ്ന ബാലകർഷക അവാർഡ് ഏറ്റുവാങ്ങി. സ്കൂൾ തലത്തിൽ 2ഉം 3ഉം സ്ഥാനം ലഭിച്ച ക്രിസ്മരിയ, സാരംഗ് എന്നിവരെ ഫെറോന തലത്തിൽ കേശ് അവാർഡ് നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച സമ്മാനമല്ല, നേടിയെടുത്ത പുണ്യഫലമാണ്. ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ സമർപ്പിച്ച വീരസ്മരണകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കുട്ടികൾ ഡാൻസ്, ദേശഭക്തി ഗാനം, PT ഡിസ്പ്ലേ എന്നിവ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഗാന്ധിജി, നെഹ്റു, ഝാൻസി റാണി, ഭാരതമാത എന്നീ വേഷങ്ങളിലും കുട്ടികൾ അണിനിരന്നു. സ്വാതന്ത്ര്യദിനാഘോഷം കുട്ടികളുടെ മനസ്സുകളിൽ ദേശസ്നേഹവും പൗരബോധവും കൂടുതൽ ശക്തമാക്കിയ ഒരു സ്മരണീയ അനുഭവമായി മാറി. അധ്യാപക ദിനം. ഒരു നല്ല അധ്യാപകൻ 1000 ജീവിതങ്ങൾക്ക് വെളിച്ചമാകുന്നു. അക്ഷരങ്ങളിലൂടെ മൂല്യങ്ങൾ പകർന്നു തരുന്ന അധ്യാപകരെ സ്മരിച്ചുകൊണ്ട് 1/9/2025 അധ്യാപക ദിനം ആഘോഷിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും സ്നേഹോപഹാരങ്ങൾ നൽകി അധ്യാപകരെ ആദരിച്ചു. ഓണാഘോഷം. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഐക്യത്തിൻ്റെ സന്ദേശവും ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് സ്കൂളിൽ ഓണാഘോഷം നടത്തുകയുണ്ടായി. സ്കൂളിൽ വർണ്ണാഭമായ അത്തപ്പൂക്കളം ഒരുക്കി. കുട്ടികൾ മലയാളി മങ്ക, മഹാബലി എന്നീ വേഷങ്ങളിൽ മത്സരത്തിനായി അണിനിരന്നത് ആഘോഷത്തിന് മാറ്റുകൂട്ടി. കുട്ടികൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഓണാഘോഷത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചു. സ്കൂൾ ടൂർ. പഠനത്തോടൊപ്പം സന്തോഷവും അനുഭവജ്ഞാനവും സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഈ വർഷത്തെ സ്കൂൾ ടൂർ. 19/11/2025 ISRO, പ്ലാനറ്റോറിയം, വേളി, ശംഖുമുഖം എന്നീ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. യാത്രക്കിടയിൽ കണ്ട കാഴ്ചകളും അനുഭവിച്ച നിമിഷങ്ങളും കുട്ടികളുടെ മനസ്സിൽ പുതുമയുടെ ലോകം തുറന്നു. സേവന ദിനം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സേവന ദിനമായി ആചരിക്കുകയും കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തു. കായിക മത്സരം. വിജയം ലക്ഷ്യമല്ല, പരിശ്രമമാണ് കായികതയുടെ യഥാർത്ഥ വിജയം. 10/10/2024 സ്കൂൾ പ്രിൻസിപ്പൽ ദീപശിഖ സ്കൂൾ ലീഡറിന് കൈമാറിക്കൊണ്ട് ദീപശിഖ പ്രയാണത്തിലൂടെ കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. എല്ലാ കുട്ടികളും മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. മത്സരത്തിൽ വിജയം നേടിയവർ സന്തോഷത്തോടെ തിളങ്ങിയപ്പോൾ തോൽവിയെ പാഠമാക്കി സ്വീകരിച്ചവരുടെ മുഖങ്ങളിൽ ഭാവിയിലെ വിജയത്തിൻ്റെ പ്രതീക്ഷ തെളിഞ്ഞു നിന്നു. വിജയവും തോൽവിയും ഒരുപോലെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിലൂടെ കായിക മത്സരങ്ങൾ വ്യക്തിത്വ വികാസത്തിന് വലിയ പങ്ക് വഹിച്ചു. കലാമത്സരം. കല മനസ്സിൻ്റെ ഭാഷയാണ്. മത്സരങ്ങൾ അതിന് വേദിയാകുന്നു. വേദിയിൽ വിരിയുന്ന ഓരോ കലാസൃഷ്ടിയും
കഴിവിൻ്റെ ആഘോഷമാണ്. വിദ്യാഭ്യാസം അറിവിൻ്റെ മാത്രം സമ്പാദനമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ സർഗാത്മകതയും സാംസ്കാരിക ബോധവും ഒരുപോലെ വളരുമ്പോഴാണ് അത് സമ്പൂർണ്ണമാകുന്നത്. ഈ ചിന്തയിൽ അധിഷ്ഠിതമായി സെപ്റ്റംബർ 25, ഒക്ടോബർ 3 എന്നീ തീയതികളിൽ സ്കൂളിൽ കലാമത്സരങ്ങൾ നടത്തി. നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജ് കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ ഇനം കലാമത്സരങ്ങൾ നടന്നു. വേദിയിൽ വിരിഞ്ഞ ഓരോ അവതരണവും കുട്ടികളുടെ നിർമ്മലമായ ചിന്തകളും സൃഷ്ടിപരമായ കഴിവുകളും മനോഹരമായി അവതരിപ്പിക്കാൻ സഹായിച്ചു. ശിശുദിനം. കുഞ്ഞുമുഖങ്ങളിലെ പുഞ്ചിരികളിലാണ് നാളെയുടെ സ്വപ്നങ്ങൾ പിറക്കുന്നത്. കുട്ടികളാണ് രാഷ്ട്രത്തിൻ്റെ നാളെയെന്ന മഹാസത്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ശിശുദിനം. കുട്ടികളെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ 136ാമത് ജന്മദിനമായ നവംബർ 14 സ്കൂളിൽ ശിശുദിന ആഘോഷങ്ങൾ നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപകരും കുട്ടികളും ചേർന്ന് കൗതുകമുണർത്തുന്ന ദൃശ്യവിരുന്ന് അണിയിച്ചൊരുക്കി. കുഞ്ഞു ചാച്ചാജിമാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, മലയാളി മംഗമാർ, കേരളത്തനിമ വിളിച്ചോതുന്ന കർഷകർ, കേരളത്തിൻ്റെ തനതായ ജലോത്സവമായ വള്ളംകളി തുടങ്ങിയ ദൃശ്യവിരുന്നുകൾ ഒരുങ്ങി. പഴയകട ജംഗ്ഷൻ വരെ വർണ്ണശബളമായ റാലി നടത്തുകയുണ്ടായി. റാലിക്ക് ശേഷം കുട്ടികൾക്ക് പായസവും സമ്മാനങ്ങളും നൽകി. സ്കൂൾ മാനേജർ ശിശുദിന സന്ദേശം നൽകി. ക്രിസ്മസ് ആഘോഷം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്തുമസ്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അഗാധ സ്നേഹം ഭൂമിയിൽ രൂപം കൊണ്ട പരിശുദ്ധ നിമിഷത്തിൻ്റെ സ്മരണയാണ് ക്രിസ്തുമസ്. എല്ലാ വർഷത്തേക്കാൾ ഉപരി വേറിട്ട ക്രിസ്മസ് രാവായിരുന്നു അത്. ആ വേറിട്ട കാഴ്ചയ്ക്ക് നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഗ്രൗണ്ട് വേദിയായി. 23/12/2025 മഞ്ഞ് പെയ്യുന്ന സായം സന്ധ്യയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ശ്രീമാൻ ബിനിൽകുമാർ, ഗ്രിഗറി സാർ, ശ്രീമാൻ അനിൽ, സീമ ടീച്ചർ, ശ്രീമാൻ അനുപ്രശാന്ത് എന്നിവർ ക്രിസ്മസ് സന്ദേശങ്ങളും ആശംസകളും നേർന്നു. കുട്ടികൾ കരോൾ ഗാനങ്ങളാലും നൃത്തച്ചുവടുകളാലും ഉണ്ണി ഈശോയുടെ തിരുപ്പിറവി ദൃശ്യാവിഷ്കരണത്തിലൂടെ അവതരിപ്പിച്ചു. PTA എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കി കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് നൽകി ആഘോഷ പരിപാടികൾ സമാപിച്ചു. IT ആൻഡ് GK. ലോകത്തെ അറിയാൻ GK, ലോകത്തോട് മത്സരിക്കാൻ IT. വിജയം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. ആ വിജയം കരസ്ഥമാക്കാൻ നല്ല ജനറൽ നോളജ് ഉണ്ടാകണം. അതിന് കുഞ്ഞുങ്ങളെ തയ്യാറാക്കുന്നതിന് വേണ്ടി 25/11/2025 IT GK എക്സാം നടത്തുകയുണ്ടായി. IT GKക്ക് 6 റാങ്കുകളും 17 ക്യാഷ് അവാർഡും, കളറിങ്ങിന് 17 ക്യാഷ് പ്രൈസുകളും, ക്വിസിംഗ് ആൻഡ് എബിലിറ്റിക്ക് 6 ടോപ്പ് സ്കോററും നേടി നമ്മുടെ സ്കൂളിൻ്റെ യശസ് ഉയർത്തിക്കാട്ടി. ടീച്ചേഴ്സിനും കറണ്ട് അഫയേഴ്സ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. സീമ ടീച്ചർ, സജിത ടീച്ചർ, രാഖി ടീച്ചർ, ശ്രീജ ടീച്ചർ, റീന ടീച്ചർ എന്നിവർ വിജയികളായി. മോറൽ സയൻസ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വ്യക്തിത്വത്തെ സമ്പൂർണ്ണമാക്കുന്നു. കുട്ടികളിൽ മൂല്യബോധവും നല്ല ശീലങ്ങളും സാൻമാർഗിക ഗുണങ്ങളും വളർത്തിയെടുക്കുന്നതിനായി 1ാം ക്ലാസ് മുതൽ മോറൽ സയൻസ് ക്ലാസുകൾ നൽകി വരുന്നു. 40ഓളം സ്കൂളുകൾ പങ്കെടുത്ത നെയ്യാറ്റിൻകര രൂപതാതല പരീക്ഷയിൽ നമ്മുടെ സ്കൂളിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. സിദ്ധാർത്ഥ്, ആദിയ മേരി എന്നിവർ ഫസ്റ്റ് റാങ്കും, എയ്ഡൻ ഇമാനുവേൽ, കെവിൻ, അക്ഷയ് എ സജിൻ എന്നിവർ 3rd റാങ്കും കരസ്ഥമാക്കി സ്കൂളിന് വിജയത്തിൻ്റെ പൊൻതൂവൽ നൽകി. ബാലവേദി. ചിരിയോടെ പഠിക്കാം, നന്മയോടെ വളരാം. കുട്ടികൾക്ക് അറിവിനോടുള്ള താല്പര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നെയ്യാറ്റിൻകര രൂപത നടത്തിവരുന്ന ബാലവേദി ക്ലാസുകൾ നമ്മുടെ സ്കൂളിലും നടന്നു വരുന്നു. ട്രെയിനിങ് ക്ലാസ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ അധ്യാപകൻ്റെ അറിവും സമീപനവും വളരെ വലുതാണ്. കാലത്തിനനുസരിച്ച് പുതുമകൾ ഉൾക്കൊള്ളുകയും പഠനരീതികളെ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ടീച്ചേഴ്സിന് ട്രെയിനിങ് ക്ലാസുകൾ നൽകി വരുന്നു. പാഠ്യപദ്ധതിയിലെ പുതുക്കലുകൾ,
വിദ്യാർത്ഥി കേന്ദ്രീകൃത അധ്യാപന രീതികൾ, സാങ്കേതികവിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ അടിസ്ഥാനമാക്കി ക്ലാസുകൾ നൽകി കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയിൽ നൈപുണ്യമുള്ളവരായി വാർത്തെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ക്ലാസുകൾ എടുത്തു വരുന്നു. ഭവന സന്ദർശനം. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിൽ മാത്രം പരിമിതമല്ല. അവരുടെ കുടുംബ പരിസരവും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് അധ്യാപനത്തിന് പൂർണ്ണത കൈവരിക്കുന്നത്. ഭവന സന്ദർശനത്തിലൂടെ വിദ്യാർത്ഥികളുടെ പഠനശീലങ്ങൾ, കുടുംബ പശ്ചാത്തലം, സാമൂഹിക അന്തരീക്ഷം എന്നിവ നേരിൽ കണ്ട് മനസ്സിലാക്കി അവരിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി അധ്യാപകർ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചു വരുന്നു. സ്കൂൾ ഡിസിപ്ലിൻ. നല്ല സ്വഭാവവും ഉത്തരവാദിത്ത ബോധവും വളർത്തുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തുന്നത്. സ്കൂളിൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമായി ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അധ്യാപകർ സ്കൂളിൽ സമയത്തിന് മുൻപ് തന്നെ എത്തിച്ചേരുകയും കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ അച്ചടക്കത്തോടെ ഇരുത്തി പഠിപ്പിക്കുകയും ഹോംവർക്കുകൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹരിത ഉത്സവം. പച്ചപ്പാണ് ഭൂമിയുടെ പുഞ്ചിരി. കൃഷിയോടുള്ള ആകർഷണവും പ്രകൃതിയോടുള്ള സ്നേഹവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായി നമ്മുടെ സ്കൂൾ ഹരിത ഉത്സവം നടത്തുകയുണ്ടായി. പച്ചപ്പിൻ്റെ പ്രാധാന്യവും സ്വയം പര്യാപ്തതയുടെ മൂല്യവും കുട്ടികളുടെ മനസ്സുകളിൽ പതിപ്പിച്ചു. ഹരിത ഉത്സവം പഠനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും മനോഹര സംഗമമായി. 27/1/2025 സ്കൂൾ മാനേജർ ഹരിത ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഹരിത ഉത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വീടുകളിൽ വളർത്തിയ പച്ചക്കറി തൈകൾ, ഔഷധ സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ സ്കൂളിൽ കൊണ്ടുവരികയും ക്ലാസ് അടിസ്ഥാനത്തിൽ കൃഷി മത്സരം നടത്തുകയും ചെയ്തു. UKG ക്ലാസ് 1-ാം സ്ഥാനവും സ്റ്റാൻഡേർഡ് 3 2-ാം സ്ഥാനവും സ്റ്റാൻഡേർഡ് 2 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏറ്റവും കൂടുതൽ കൃഷി ഇനങ്ങൾ കൊണ്ടുവന്ന UKG ക്ലാസ്സിലെ ബ്രിയാന സ്കൂൾ തലത്തിൽ 1-ാം സ്ഥാനത്തിന് അർഹയായി. വീടുകളുടെ വളപ്പിൽ സ്നേഹത്തോടെ പരിപാലിച്ച തൈകൾ വിദ്യാലയ അന്തരീക്ഷത്തെ പുതുമയാർന്ന പച്ചപ്പാൽ നിറച്ചു. ആരോഗ്യം. മനസ്സ് സന്തോഷമുള്ളിടത്ത് ആരോഗ്യം വിരിയും. നല്ല ശീലങ്ങൾ ഇന്ന് ആരോഗ്യകരമായ നാളേക്ക്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര വളർച്ച ഉറപ്പാക്കുന്നതിനായി സ്കൂളിൽ ആരോഗ്യ പരിപാലന പരിപാടികൾ നടപ്പിലാക്കി വരുന്നു. ദേശീയ വിരമുക്ത ദിനത്തിൽ കുട്ടികൾക്ക് വിരഗുളികകൾ നൽകി. അനീമിയ തടയുന്നതിനും രക്തഹീനത കുറയ്ക്കുന്നതിനും വേണ്ടി എല്ലാ ബുധനാഴ്ചകളിലും അയൺ ഗുളികകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകുന്നു. കുട്ടികളുടെ നേത്രക്ഷമത പരിശോധിക്കുന്നതിനും ആരോഗ്യപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുമായി പറണിയം ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയുണ്ടായി. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം റാബിസ് അവയർനെസ് ക്ലാസും പറണിയം ഹെൽത്ത് സെൻ്ററിലെ JPH അനീഷ സിസ്റ്ററും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമ സിസ്റ്റർ, ആൽവിൻ രഞ്ജിത്ത് സിസ്റ്റർ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് 4/7/2025 നടത്തി. ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് ആൽവിൻ രഞ്ജിത്ത് സിസ്റ്റർ ആയിരുന്നു. യാത്രയയപ്പ്. പോയ നിമിഷങ്ങൾ തിരികെ വരില്ല, പക്ഷേ അവയുടെ ഓർമ്മകൾ എന്നും കൂടെയുണ്ടാകും. നമ്മുടെ സ്കൂളിൽ 25 വർഷം ക്ലർക്കായും ടീച്ചറായും പ്രവർത്തിച്ചിരുന്ന ലൈലജ ടീച്ചറിന് ആദരപൂർവ്വം യാത്രയയപ്പ് സമ്മേളനം നടത്തി. 25 വർഷം അധ്യാപകർക്ക് വഴികാട്ടിയായും സഹ അധ്യാപകർക്ക് പിന്തുണ നൽകുന്ന സഹപ്രവർത്തകയായും സെൻറ്റ് സേവിയേഴ്സിന് എന്നും ഒരു പ്രചോദനമായി നിലകൊള്ളുന്നു. യാത്രയയപ്പ് സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ, സ്കൂൾ പ്രിൻസിപ്പൽ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും സ്കൂളിൻ്റെയും സ്റ്റാഫ് അംഗങ്ങളുടെയും സ്നേഹോപഹാരങ്ങൾ നൽകുകയും ചെയ്തു. ഹരിത വിദ്യാലയം. പച്ചപ്പിൻ്റെ താളത്തിൽ തുളുമ്പുന്ന വിദ്യാലയം മൂല്യങ്ങളുടെ പൂക്കളാൽ വിരിയുന്ന ഭാവിയാണ്. നമ്മുടെ സ്കൂളിൽ ഹരിത വിദ്യാലയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ വർക്കല ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഒരു തൈ നടാം ജില്ലാതല പ്രഖ്യാപന സമ്മേളനത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള അവാർഡും സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ചങ്ങാതിക്കൊരു തൈ കൈമാറ്റം പദ്ധതി ഏറ്റെടുത്ത് മികച്ച രീതിയിൽ ചെയ്തതിന് നമ്മുടെ സ്കൂളിന് ഹരിത കേരള മിഷന്റെ സാക്ഷ്യപത്രവും അവാർഡും ലഭിക്കുകയുണ്ടായി. നന്ദിയുള്ള ഹൃദയം ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങളെയും
അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നു. സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൻ്റെ പുരോഗതിക്കും ആത്മീയ ദിശാബോധത്തിനും കരുത്തായ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജിബിൻ രാജിന് അച്ഛൻ്റെ സ്നേഹപൂർവമായ നേതൃത്വത്തിനും അക്ഷീണമായ പരിശ്രമത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. സ്കൂളിൻ്റെ വളർച്ചയ്ക്കായി ദൂരദർശിയായ തീരുമാനങ്ങളിലൂടെ വഴികാട്ടിയായ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്കൂളിൻ്റെ ആത്മീയവും സാമൂഹികമായ വളർച്ചയ്ക്ക് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ഇടവക കൗൺസിൽ അംഗങ്ങൾക്കും ദേവാലയവും വിദ്യാലയവും ഒരേ കുടുംബമായി കണ്ടുകൊണ്ട് വേണ്ട കരുതലും പ്രാർത്ഥനയും നൽകിയ ഇടവക അംഗങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സ്കൂളിൻ്റെ ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ പിന്തുണ നൽകി കൂടെ നിന്ന PTA പ്രസിഡന്റ് ശ്രീമാൻ ബിനിൽ കുമാറിനും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ത്യാഗങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ശക്തിയാൽ താങ്ങി നിർത്തിയ ആത്മീയ ദീപങ്ങളായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉർസുലേം സിസ്റ്റേഴ്സിനും അവരുടെ ത്യാഗത്തിനും സ്നേഹത്തിനും കരുതലിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും പിന്നിലുള്ള യഥാർത്ഥ ശക്തികൾ നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകരും അനധ്യാപകരുമാണ്. അവരുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും സഹകരണത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥത്താൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുത്തെ പ്രത്യേക കരുതലിനും കാവലിനും നന്ദി അർപ്പിച്ചുകൊണ്ടും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾക്കായി യാചിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സഭാ സമക്ഷം അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു.